ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്റോളജിക്കൽ സ്റ്റെയിനിങ് എന്ന പാഠഭാഗമാണ്. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള സ്റ്റെയിനുകൾ ഏതൊക്കെയാണ്, അവയുടെ സ്റ്റെയിനിങ് പ്രോസസ്സ് എങ്ങനെയാണ് കോശങ്ങളിൽ നടക്കുക എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്റ്റെയിനിങ് എന്നാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സ്റ്റെയിനിങ് ഈസ് ടെക്നിക് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പി to enhance contrast in the microscopic image. Stains and dyes are frequently used in biological tissues for viewing, often with the aid of different microscopes. കോശങ്ങളുടെ വ്യക്തമായ പഠനങ്ങൾക്ക് വേണ്ടി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ തക്ക വിധത്തിൽ കോശങ്ങളെ സ്റ്റെയിൻ ചെയ്യുക, കളർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ടെക്നിക് used in microscopy to enhance contrast in the microscopic image. മൈക്രോസ്കോപ്പിക് ഇമേജിൽ കോൺട്രാസ്റ്റ്, അതായത് വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത ഷെയ്ഡുകളിലുമായിട്ട് കോശ ഘടകങ്ങളെ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സ്റ്റെയിൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെയിൻ അല്ലെങ്കിൽ ഡൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിനെ ക്രോമോഫോറിക് പാർട്ട് എന്നും രണ്ടാമത്തതിനെ നമ്മൾ പറയുന്നത് ആക്സോക്രോമിക് പാർട്ട് എന്നുമാണ് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് സ്റ്റെയിനിന് ഉള്ള, രണ്ട് ഘടകങ്ങൾ സ്റ്റെയിനുണ്ട്. ഒന്നാമത്തത് ഇവിടെ നോക്കാം, ക്രോമോഫോറിക് പാർട്ട് എന്നാണ് പറയുക. രണ്ടാമത്തത് ആക്സോക്രോമിക് പാർട്ട്. അങ്ങനെ രണ്ട് ഘടകങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ രണ്ട് പാർട്ടാണ് സ്റ്റെയിനുള്ളത്. ഇതിനകത്ത് ക്രോമോഫോറിക് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ സ്റ്റെയിനിങ്. ഒരു ഡൈയുടെ അല്ലെങ്കിൽ സ്റ്റെയിനിൻ്റെ ക്രോമോഫോറിക് പാർട്ട് അല്ലെങ്കിൽ ക്രോമോഫോറിക് ഭാഗമാണ് സ്റ്റെയിനിങ്, അതായത് നിറം കൊടുക്കുന്നതിന് ഇടയാക്കുന്ന അല്ലെങ്കിൽ നിറം കൊടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് ഓക്സോക്രോം അസിസ്റ്റ് ദ സ്റ്റെയിനിങ്. ഓക്സോക്രോം ചെയ്യുന്നത് സ്റ്റെയിനിങ് പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുക, അതിനെ സഹായിക്കുക. അപ്പോൾ ഒരു സ്റ്റെയിനിന് അല്ലെങ്കിൽ ഡൈക്ക് രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ ഭാഗത്തിനെ ക്രോമോഫോർ എന്നും രണ്ടാമത്തെ ഭാഗത്തിനെ ഓക്സോക്രോം എന്നുമാണ് പറയുക. അതിനകത്തെ ക്രോമോഫോർ ആണ് കളർ കൊടുക്കുന്ന ഭാഗം അല്ലെങ്കിൽ നിറം കൊടുക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈ എന്ന് പറയുന്നത്. ആ ഡൈയോട് കൂടി ഡൈയെ നിറം കൊടുക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചേർന്ന് നിൽക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് ആക്സോക്രോം. അത് സ്റ്റെയിനിങ് പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റെയിനിനെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡൈസിനെയും പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് അസിഡിക് സ്റ്റെയിൻ എന്നും രണ്ടാമത്തത് ബേസിക് സ്റ്റെയിൻ എന്നും തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയിൻസ് എന്നൊരു ചോദ്യം നമുക്കിവിടെ ചോദിക്കാം. സ്റ്റെയിനിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, അസിഡിക് എന്നും ബേസിക് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അസിഡിക് സ്റ്റെയിൻ എന്തെന്നാൽ ദേ ആർ ആനയോണിക്, മീൻസ് ഓൺ അയണൈസേഷൻ സ്റ്റെയിൻസ് എക്സിബിറ്റ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് എ സ്ട്രോങ് അഫിനിറ്റി ഫോർ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സെല്ലുലാർ കമ്പോണൻസ്. സ്റ്റെയിനിങ് പ്രോസസ്സിൽ അസിഡിക് സ്റ്റെയിനിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഈ നെഗറ്റീവ് ചാർജുള്ള അസിഡിക് സ്റ്റെയിനുകൾ കോശങ്ങളുടെ പോസിറ്റീവ് ചാർജുള്ള കോശഭാഗങ്ങളുമായിട്ട് അഫിനിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ചാർജാണ് എപ്പോഴും എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആസിഡിക് സ്റ്റെയിനിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അത് കോശങ്ങളുടെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുമായിട്ട് സ്റ്റെയിൻ അല്ലെങ്കിൽ കൂടി ഒരു റിയാക്ഷൻ സംഭവിച്ച് സ്റ്റെയിനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡൈയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കളറിംഗ് പ്രോസസ്സ് നടത്തുന്നു. They are anionic, means on ionization the stains exhibit a negative charge and has a strong affinity for the positively charged cellular components. Acidic stains are used mainly to stain cytoplasm. പ്രധാനമായിട്ടും ന്യൂക്ലിയസിന് പുറത്തുള്ള സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് ആസിഡിക് സ്റ്റെയിൻസ് ഉപയോഗിക്കുക. Whereas the basic stains color acidic cellular components like nuclei and cell wall of plasma membrane. എന്നാൽ ബേസിക് സ്റ്റെയിൻ പ്രധാനമായിട്ടും ന്യൂക്ലിയസിനെ, അതായത് സൈറ്റോപ്ലാസത്തിന് ഒഴികെയുള്ള ന്യൂക്ലിയർ കമ്പോണൻസിനെയും
പ്ലാസ്മ മെംബ്രെയിനെയുമാണ് ബേസിക് സ്റ്റെയിനുകൾ നിറം കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ബേസിക് സ്റ്റെയിൻ ആണ്. അസിഡിക് സ്റ്റെയിൻ ആനയോണിക് ആണെങ്കിൽ ബേസിക് സ്റ്റെയിൻ കാറ്റയോണിക് ആണ്. മീൻസ് ഓൺ അയണൈസേഷൻ ദ സ്റ്റെയിൻസ് എക്സിബിറ്റ് എ പോസിറ്റീവ് ചാർജ് and has a strong affinity for the negatively charged cellular components. അപ്പോൾ ഇത് സ്റ്റെയിനിങ് പ്രോസസ്സിൽ ഇതിന് ലഭിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജുള്ള സെല്ലുലാർ കമ്പോണൻസുമായിട്ട്, നെഗറ്റീവ് ചാർജ് ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസിലെ ഘടകങ്ങൾക്കും സെൽ വാളിനും അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനുമാണ് കോശങ്ങളിൽ നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള സെല്ലുലാർ സ്ട്രക്ചറുമായിട്ട് ഈ പോസിറ്റീവ് ചാർജുള്ള ഡൈ അല്ലെങ്കിൽ ബേസിക് സ്റ്റെയിനുകൾ റിയാക്ട് ചെയ്യുകയും അങ്ങനെ സ്റ്റെയിനിങ് പ്രോസസ്, കളറിംഗ് പ്രോസസ് നടക്കുകയും ചെയ്യുന്നു. ബേസിക് സ്റ്റെയിൻസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ബാക്ടീരിയൽ സ്റ്റെയിനിങ്. പ്രധാനമായിട്ടും ബാക്ടീരിയകളെ സ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് ബേസിക് സ്റ്റെയിൻ ഉപയോഗിക്കുക. As the presence of a negative charge on the bacterial surface act as a repel most acidic stains and thus prevent the penetration into the cell. സാധാരണയായിട്ട് അസിഡിക് സ്റ്റെയിനുകൾ ഈ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കയറാതെ അത് ഒരു പുറത്തേക്ക്, കാരണം അസിഡിക് സ്റ്റെയിനിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പം അസിഡിക് സ്റ്റെയിനിൻ്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് സെൽ മെംബ്രെയിനും നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ഒരേ തരത്തിലുള്ള ചാർജുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് റിപ്പൽഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ അസിഡിക് സ്റ്റെയിന് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് അസിഡിക് സ്റ്റെയിന് ഇവിടെ പ്രായോഗികമല്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ബേസിക് സ്റ്റെയിനുകൾ ഉപയോഗിക്കുന്നത്. ബേസിക് സ്റ്റെയിൻ ഇവിടെ പെനിട്രേറ്റ് ചെയ്ത് സെൽ വാളിനുള്ളിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ബേസിക് സ്റ്റെയിൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിനുകളാണ്. ന്യൂക്ലിയർ സ്ട്രക്ചറുകളെ സ്റ്റെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുക. പ്രധാനമായിട്ടും ബേസിക് സ്റ്റെയിൻ ഒരു എക്സാമ്പിളാണ് മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ. നമ്മൾ പ്രാക്ടിക്കൽ പഠനങ്ങൾക്കൊക്കെ കോളേജിൽ അസറ്റോബാക്ടർ, പാലിലുള്ള ബാക്ടീരിയ ഒക്കെ പഠനത്തിന് നമ്മൾ മെത്തിലീൻ ബ്ലൂ ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെന്റുകൾ ചെയ്യാറുണ്ട്. ദെൻ മോഡറൻസ് എന്ന് പറഞ്ഞാൽ സം സ്റ്റെയിൻസ് ഹാവ് നോ ന്യൂട്രൽ അഫിനിറ്റി ഫോർ ദ സെല്ലുലാർ പാർട്സ് ആൻഡ് ടിഷ്യൂസ്. ചില സ്റ്റെയിനുകൾക്ക് നോ നാച്ചുറൽ അഫിനിറ്റി ഫോർ സെല്ലുലാർ പാർട്സ് ആൻഡ് ടിഷ്യൂസ്. ചില സ്റ്റെയിനുകൾക്ക് കോശങ്ങൾക്കകത്തേക്ക് കടന്നിട്ട് കോശങ്ങളെ സ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സെല്ലിനകത്തേക്ക് കടന്നുകൂടിയിട്ട് സെല്ലിനെ കളർ കൊടുക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് മോർഡൻസ് എന്ന് പറയുന്നത്. മോർഡൻസ് എന്താണെന്ന് ഓർത്തിരിക്കുക, 1 മാർക്ക് ചോദ്യം ചോദിക്കാം. They are stains, അത് സ്റ്റെയിനുകളാണ്. Have no natural affinity for the cells, cellular parts and tissues. സ്വാഭാവികമായിട്ടും അത്തരം സ്റ്റെയിനുകൾക്ക് കോശങ്ങളിൽ കടന്ന് കോശങ്ങളെ നിറം കൊടുക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ അവ സ്റ്റെയിൻ ആണ് താൻ. അപ്പോൾ ഇത്തരം പദാർത്ഥങ്ങൾ അതിൻ്റെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി, കളറിംഗ് പ്രോപ്പർട്ടി അതിന് ലഭിക്കുന്നത് അതിനോടൊപ്പം അലൂമിനിയം ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ് തുടങ്ങിയ പദാർത്ഥങ്ങൾ, ചില കെമിക്കലുകൾ ഇത്തരം മോർഡൻസുമായിട്ട് മിക്സ് ചെയ്താൽ അതിന് സ്റ്റെയിനിങ് പ്രോപ്പർട്ടി ലഭിക്കും. അതായത് കളർ കൊടുക്കാനുള്ള കഴിവ് ലഭിക്കും. അങ്ങനെ സ്വയം കളർ കൊടുക്കാൻ പറ്റാത്ത സ്റ്റെയിനുകളെയാണ് മോർഡൻസ് എന്ന് പറയുക. ദേ ആർ സ്റ്റെയിൻസ് ഹാവ് നോ നാച്ചുറൽ അഫിനിറ്റി ഫോർ ദ സെൽസ്, സെല്ലുലാർ പാർട്സ് ആൻഡ് ടിഷ്യൂസ്. ഇവിടെ ഞാനൊരു പടം കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ അലോവേര, അതായത് നമ്മുടെ കറ്റാർ വാഴ എന്ന് പറയുന്ന ഒരു ചെടിയുടെ തണ്ടാണ്. ഇത് സാധാരണയായിട്ട് ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്ന ഒരു മോർഡൻ്റ് ആണ് ഈ അലോവേര എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഹിസ്റ്റോളജിക്കൽ സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ് അലൂമിനിയം ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും. അപ്പം ഇതാണ് മോർഡൻ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റെയിൻ ആണ്, ഇത് ടിഷ്യൂ ആണ്, ഇത് ഡൈ ആണ്. അപ്പം നിറം കൊടുക്കാൻ കഴിയുന്ന ഡൈയിങ് പ്രോസസ്സ്, അതായത് ടിഷ്യൂവുമായിട്ട് ചേർന്നിട്ട് മോർഡൻ്റ് എന്ത് ചെയ്യുന്നു, നിറം കൊടുക്കുന്നു.
These stains are mixed with salt like oxides of aluminum or chromium to form an insoluble coordination complex which binds to the target cellular components with greater affinity. These salts are called mordants. അപ്പം ഇങ്ങനെ അലൂമിനിയം ഓക്സൈഡുകളും ക്രോമിയം ഓക്സൈഡുകളുമാണ് എന്താണ് സ്റ്റെയിനുകൾക്ക് മോഡൻ്റ്, അതായത് സ്റ്റെയിനുകൾക്ക് സ്റ്റെയിനിങ് പ്രോസസ്സ്, അത് സ്റ്റെയിനിങ് കൊടുക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ. ഇവിടെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. മോഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിനിങ്, അതായത് ചില സ്റ്റെയിനുകൾക്ക് സെല്ലുലാർ പാർട്സിനെ സ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഇല്ല. ആ കഴിവ് ലഭിക്കുന്നത് ആ സ്റ്റെയിനുകളോടൊപ്പം തന്നെ അലൂമിനിയം, ക്രോമിയം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ഓക്സൈഡുകൾ കൂട്ടിക്കലർത്തുമ്പോൾ ഇത്തരം സ്റ്റെയിനുകൾക്ക് സ്റ്റെയിനിങ് പ്രോപ്പർട്ടി ലഭിക്കുന്നു, അല്ലെങ്കിൽ കളർ കൊടുക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. അപ്പം കളർ കൊടുക്കാനുള്ള കഴിവ് ലഭ്യമാക്കുന്ന കെമിക്കലുകളെയാണ് മോർഡൻറ്റുകൾ എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് അലൂമിനിയം ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്. അപ്പം ഇവിടെ നോക്കാം, ഇതാണ് മോർഡൻറ്റ്. മോർഡൻറ്റ് എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡോ ക്രോമിയം ഓക്സൈഡോ ആകാം. ഇത് ഡൈ ആണ്, സ്റ്റെയിൻ ആണ്. അപ്പം ഈ ടിഷ്യൂവിനെ സ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡൈയുടെ ഇടയ്ക്ക് ഇവിടെ ഒരു മോർഡൻറ്റ് ആവശ്യമാണ്. അപ്പോൾ മോർഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡൈക്ക് ഈ സെല്ലിനെ സ്റ്റെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. മോർഡൻസ് ആർ നോട്ട് സ്റ്റെയിൻസ് ബട്ട് ഫെസിലിറ്റേറ്റ് ദ ഫിം ബൈൻഡിങ് ഓഫ് സ്റ്റെയിൻ കോമ്പൗണ്ട്സ് വിത്ത് സെൽസ്. മോർഡൻറ്റുകൾ സ്റ്റെയിനുകളല്ല, അത് സ്റ്റെയിനോടൊപ്പം ചേർന്ന്, ഡൈയോടൊപ്പം ചേർന്ന് സ്റ്റെയിനിങ് പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റെയിനിങ് പ്രോസസ്സ് പൂർത്തീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മോർഡൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ലേക്ക്. ലേക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആൻസർ ലേക്ക് എന്ന ചോദ്യത്തിന് പലപ്പോഴും കുട്ടികൾ തെറ്റായിട്ടുള്ള ഉത്തരം, ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തടാകം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇത് തെറ്റാതെ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. They are insoluble colored precipitate that is formed by the reaction between mordant and the dye. ഡൈയും മോർഡൻറ്റും തമ്മിൽ കൂടിച്ചേരുമ്പോൾ, മോർഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡൈയെ കളർ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മോർഡൻറ്റുകൾ എന്ന് പറയുക. ക്രോമിയം, അലൂമിനിയം ഓക്സൈഡ് പോലെയുള്ളതാണ് മോർഡൻറ്റ് എന്ന് പറയുന്നത്. ഈ മോർഡൻറ്റ് ഡൈയുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്ന ഇൻസോളുബിൾ, ലയിക്കാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള അല്ലെങ്കിൽ സോളുബിൾ അല്ലാത്ത ഒരു പദാർത്ഥം രൂപപ്പെടുന്നു. അങ്ങനെ രൂപപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് ലേക്ക് എന്ന് പറയുക. ദേ ആർ ഇൻസോളുബിൾ കളേർഡ് precipitate that is formed by the reaction between the mordant and the dye. മോർഡൻറ്റും ഡൈയും തമ്മിൽ കൂടിക്കലരുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻസോളുബിൾ ആയിട്ടുള്ള കളേർഡ് precipitate-നെയാണ് ഇവിടെ മോർഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മോർഡൻറ്റ്, ടിഷ്യൂസിൽ ഫോം ചെയ്യുന്ന മോർഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, മറ്റൊരു ടേമാണ് മെറ്റാക്രൊമാസിയ. മെറ്റാക്രൊമാസിയ എന്നാൽ certain basic dyes stain various cell components in colors totally different from the color of the stain itself. ചില ബേസിക് സ്റ്റെയിനുകൾ, അതായത് ടൊലുഡിൻ പോലെയുള്ള ബേസിക് സ്റ്റെയിൻ, അതിൻ്റെ നിറം ബ്ലൂ ആണ്. എന്നാൽ ഇത് ഒരു സെല്ലിനെ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ സെല്ലുലാർ കമ്പോണൻസ് ബ്ലൂ കളറിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിവിധ കളറുകളിൽ, ഒന്നിലധികം നിറങ്ങളിൽ ഈ സെല്ലുലാർ കമ്പോണൻസിനെ സ്റ്റെയിൻ ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ സ്റ്റെയിനിങ് നടത്തുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് മെറ്റാക്രൊമാസിയ എന്ന് പറയുന്നത്. ചില ബേസിക് സ്റ്റെയിനുകളാണ്, അത് ഓർത്തിരിക്കുക. സർട്ടൻ ബേസിക് സ്റ്റെയിൻസ് സ്റ്റെയിൻ വേരിയസ് സെൽ കമ്പോണൻസ് ഇൻ കളേഴ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ കളർ ഓഫ് ദ സ്റ്റെയിൻ. ഒരു സെല്ലിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ തന്നെ പല കോശങ്ങളെ പല നിറത്തിൽ സ്റ്റെയിൻ ചെയ്ത് കാണിക്കുന്ന ഒരു സ്റ്റെയിനാണെങ്കിൽ ചെയ്ത് കാണിക്കുന്ന സ്റ്റെയിനുകളെയാണ് മെറ്റാക്രൊമാസിയ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഫ് സം സ്റ്റെയിൻ ഈസ് കാൾഡ് മെറ്റാക്രൊമാസിയ. ചില സ്റ്റെയിനുകളുടെ ഈ പ്രോപ്പർട്ടി, ഈ കഴിവിനെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ ആണ് മെറ്റാക്രൊമാസിയ എന്ന് പറയും. മെറ്റാക്രൊമാസിയ 1 മാർക്ക് ചോദ്യം ചോദിക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് സം സ്റ്റെയിൻസ് to stain the various cell
components in colors totally different from the color of the stain is called metachromasia. Metachromasia ഓർത്തിരിക്കുക. എക്സാമ്പിൾ toluidine blue stain, nuclei blue, cytoplasmic RNA pink and glycoprotein red. ഇപ്പം toluidine blue എന്ന് പറയുന്ന സ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂക്ലിയസിനെ ബ്ലൂ ആയിട്ട് സ്റ്റെയിൻ ചെയ്യും, സൈറ്റോപ്ലാസ്മിക് RNA പിങ്ക് ആയിട്ട് സ്റ്റെയിൻ ചെയ്യപ്പെടും, ദെൻ ഗ്ലൈക്കോപ്രോട്ടീനെ റെഡിഷ് കളറിൽ ഒക്കെ സ്റ്റെയിൻ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിൽ സ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റെയിനുകളെയാണ് എന്ത് പറയുക, അതിൻ്റെ സ്റ്റെയിൻ്റെ പ്രോപ്പർട്ടിയാണ് മെറ്റാക്രൊമാസിയ എന്ന് പറയുന്നത്. ഇനി സ്റ്റെയിനിങ് ഓഫ് വാൾ മൗണ്ട്സ്. സ്റ്റെയിനിങ് ഓഫ് വാൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റെയിനിങ് ഓഫ് സ്മോൾ പീസസ് ഓഫ് ടിഷ്യൂ, യൂഷ്വലി എംബ്രിയോസ്, വിത്തൗട്ട് സെക്ഷനിങ്. എംബ്രിയോകളെ സെക്ഷൻ ചെയ്യാതെ, അതായത് മൈക്രോടോമുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷനോ ലോഞ്ചിറ്റ്യൂഡിനായിട്ടുള്ള സെക്ഷൻ ചെയ്യാതെ എംബ്രിയോ അതുപോലെ സ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വാൾ മൗണ്ട് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു എംബ്രിയോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ എംബ്രിയോയെ നമുക്ക് എന്താണ് അതുപോലെ എടുത്ത് സെക്ഷൻ ചെയ്യാതെ സ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് വാൾ മൗണ്ട് സ്റ്റെയിനിങ് എന്ന് പറയുക. വാൾ മൗണ്ട് സ്റ്റെയിനിങ് ഈസ് വെരി സിമിലർ ടു ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രി ഓർ സ്റ്റെയിനിങ് ഓഫ് ക്രയോസെക്ഷൻസ്. അപ്പോൾ ക്രയോസെക്ഷൻസ് സാധാരണയായിട്ട് നമ്മൾ -, ഡിഗ്രിയിൽ സെക്ഷനിങ് എടുക്കുന്ന സെക്ഷനുകളെയാണ് ക്രയോസെക്ഷൻസ് പറയാം. അപ്പം ക്രയോസെക്ഷനുകളെയും പൂർണ്ണമായിട്ടും എംബ്രിയോ പോലെയുള്ളതിനെ, ഇവിടെ നമ്മൾ എംബ്രിയോയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ എംബ്രിയോ അതുപോലെ എന്ത് ചെയ്യാണ്, എടുത്ത് സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടുകൾ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണ് കാണാം, അപ്പോൾ അതിൻ്റെ നാഡി വ്യവസ്ഥ, നെർവ് സെൽസ് കാണാം. അപ്പം ഇതിൻ്റെ ഈ പറയുന്ന പോലെ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ സ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാൾ മൗണ്ട് സ്റ്റെയിൻ എന്ന് പറയുക. അതുപോലെ ക്രയോസെക്ഷൻസും -, ഡിഗ്രിയിൽ നമ്മൾ എടുക്കുന്ന സെക്ഷനുകൾ, മൈക്രോടോമിൽ എടുക്കുന്ന സെക്ഷനുകളിലേക്ക് നമുക്ക് വാൾ മൗണ്ട് സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ സാമ്പിൾ ബീങ് സ്റ്റെയിൻഡ് മച്ച് ലാർജർ ആൻഡ് തിക്കർ ദാൻ നോർമൽ സെക്ഷൻ ഓൺ എ സ്ലൈഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു വാൾ മൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മൈക്രോടോമിൽ എടുക്കുന്ന തിന്നർ സെക്ഷനെ അപേക്ഷിച്ച് ഇത് വളരെ കട്ടിയുള്ള ഒരു മെറ്റീരിയലായിട്ട് മൗണ്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുക അല്ലെങ്കിൽ മൗണ്ട് ചെയ്യുന്ന ഇതിനാണ് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റെയിനിങ്ങിനെയാണ് വാൾ മൗണ്ട് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാർമിൻ സ്റ്റെയിൻ സച്ചസ് ബൊറാക്സ് കാർമിൻ, ആലം കാർമിൻ ആൻഡ് അസറ്റോ കാർമിൻ. അപ്പം അസറ്റോ കാർമിൻ, ആലം കാർമിൻ, ബൊറാക്സ് കാർമിൻ എന്നിവയൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്റ്റെയിനുകളാണ് വാൾ മൗണ്ട് സ്റ്റെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റെയിനിങ് ഓഫ് സീരിയൽ സെക്ഷൻസ്. സീരിയൽ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് മൈക്രോടോമിലൂടെ ലഭിക്കുന്ന ഇങ്ങനെ ചരട് പോലെയുള്ള സെക്ഷനുകളെയാണ് നമ്മൾ സീരിയൽ സെക്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ് ആൻഡ് പാരാഫിൻ എംബഡിംഗ്, ദ ടിഷ്യൂ ബ്ലോക്സ് ആർ കട്ട് യൂസിങ് മൈക്രോടോം ആൻഡ് പ്രിപ്പയർ തിൻ സെക്ഷൻ. സാധാരണയായിട്ട് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, പാരാഫിൻ എംബഡിംഗ്, ടിഷ്യൂ ബ്ലോക്ക് ആൻഡ് സെക്ഷനിങ്, ഇങ്ങനെ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൈക്രോടോമിൽ നിന്നും സീരിയൽ ആയിട്ടുള്ള, അതായത് റിബൺ ആയിട്ടുള്ള സെക്ഷൻസിനെ എടുത്തിട്ട് സ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ റിബൺ ആയിട്ട് ലഭിക്കുന്ന ഈ സെക്ഷനെ സ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് സീരിയൽ സ്റ്റെയിനിങ് എന്ന് പറയുക. ദീസ് ആർ ഡീപാരഫിനൈസ്ഡ് ആൻഡ് ലേറ്റർ സ്റ്റെയിൻഡ് യൂസ് സ്യൂട്ടബിൾ സ്റ്റെയിൻസ്. അങ്ങനെ പാരാഫിൻ സെക്ഷനെ ഡീപാരാഫിൻ ചെയ്തതിന് ശേഷം, അതായത് പാരാഫിൻ വാക്സ് പൂർണ്ണമായിട്ടും അലിയിച്ച് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നീക്കം ചെയ്തതിന് ശേഷമാണ് സ്റ്റെയിനിങ് നടത്തുന്നത്. ഇവിടെ നടത്തപ്പെടുന്ന സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടെക്നിക്കിനെ ഡബിൾ സ്റ്റെയിനിങ് എന്നാണ് പറയുന്നത്. അതായത് 2 സ്റ്റേജസ് ആയിട്ട്, 2 ഘട്ടമായിട്ടാണ് സ്റ്റെയിനിങ് നടത്തുക. ഡബിൾ സ്റ്റെയിനിങ് ടെക്നിക് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ സീരിയൽ സെക്ഷൻസ്. യൂസിങ് ന്യൂക്ലിയർ സ്റ്റെയിൻ ദ ന്യൂക്ലിയസ് ഓഫ് ദ ടിഷ്യൂ, ദാറ്റ് എക്സാമ്പിൾ ഹെമാക്സിലിൻ. അപ്പം രണ്ടായിട്ട് സ്റ്റെയിനിങ് പ്രോസസ്സ് നടത്തുന്നു. ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നു ഹിമറ്റോക്സിലിൻ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിനെയും പ്ലാസ്മ മെമ്പറൈനെയും ഹിമറ്റോക്സിലിൻ ഉപയോഗിച്ചിട്ട് പ്രധാനമായിട്ടും സ്റ്റെയിൻ ചെയ്തതിന് ശേഷം രണ്ടാമത് പ്ലാസ്മ മെമ്പറൈനെ സ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡബിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. യൂസിങ് സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിൻ, ദ സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസ് ആർ സ്റ്റെയിൻഡ്.
രണ്ടാമത് സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിനുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇയോസിൻ പോലെയുള്ള സ്റ്റെയിനുകൾ ഉപയോഗിച്ചിട്ട് സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, സീരിയൽ സെക്ഷൻസ്, അതായത് റിബൺ പോലെ നമുക്ക് പാരാഫിൻ സെക്ഷൻ ലഭിച്ചതിന് ശേഷം ആ പാരാഫിൻ സെക്ഷനിൽ നിന്നും പാരാഫിൻ റിമൂവ് ചെയ്തതിന് ശേഷം നടത്തുന്ന സ്റ്റെയിനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, സീരിയൽ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സ്റ്റെയിൻ ഉപയോഗിച്ച് ഇവിടെ ടിഷ്യൂസിനെ സ്റ്റെയിൻ ചെയ്യുന്നു, അസിഡിക് സ്റ്റെയിനും ബേസിക് സ്റ്റെയിനും. അപ്പോൾ ബേസിക് സ്റ്റെയിൻ പ്രധാനമായിട്ടും എന്താണ്, ന്യൂക്ലിയസിനെയും പ്ലാസ്മ മെംബ്രെയിനെയും സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അസിഡിക് സ്റ്റെയിൻ സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യുന്നു. എക്സാമ്പിൾ, ഇവിടെ സൈറ്റോപ്ലാസത്തെ സ്റ്റെയിൻ ചെയ്യുന്നത് ഇയോസിനും ഹിമറ്റോക്സിൻ ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയർ പ്ലാസ്മ മെംബ്രെയിനെ സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ദ ടിഷ്യൂ ഈസ് ഫസ്റ്റ് സ്റ്റെയിൻഡ് വിത്ത് ന്യൂക്ലിയർ സ്റ്റെയിൻ ആൻഡ് ദെൻ അഗെയിൻ സ്റ്റെയിൻഡ് വിത്ത് സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിൻ ഈസ് കാൾഡ് ഡബിൾ സ്റ്റെയിനിങ്. ഇങ്ങനെ ആദ്യം ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുകയും അതിനുശേഷം സൈറ്റോപ്ലാസത്തിനെ സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റെയിനിങ് പ്രോസസ്സിനെയാണ് ഡബിൾ സ്റ്റെയിനിങ് എന്ന് പറയുക. ഇൻ സർട്ടൻ കേസസ് ആർ മൾട്ടിപ്പിൾ സ്റ്റെയിനിങ് ഈസ് ക്യാരിഡ് ഔട്ട്. എന്നാൽ ചില കേസസിൽ, ചില ടിഷ്യൂസിന്റെ പഠനത്തിൽ മൾട്ടിപ്പിൾ സ്റ്റെയിനിങ് നടത്താറുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റെയിനിങ്ങിന് ഉദാഹരണമാണ് മല്ലോയിസ് ട്രിപ്പിൾ സ്റ്റെയിനിങ് ഈസ് സച്ച് എ ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റെയിനിങ് പ്രോസസ്. അങ്ങനെ സ്റ്റെയിനിങ് നടത്തുന്ന പ്രോസസ്സിന് ഒരു എക്സാമ്പിളാണ് മല്ലോറിസ് ട്രിപ്പിൾ സ്റ്റെയിനിങ് പ്രോസസ്. ഇത് മല്ലോറിസ് ട്രിപ്പിൾ സ്റ്റെയിനിങ് പ്രോസസ്സിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റെയിനിങ് ഓഫ് സീരിയൽ സെക്ഷൻസ് എന്ന് പറയുന്ന സ്റ്റെയിനിങ് ടെക്നിക്കിനെ കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ സ്റ്റെയിനിങ് എന്താണ്, അസിഡിക് സ്റ്റെയിനുകൾ എന്താണ്, ബേസിക് സ്റ്റെയിനുകൾ എന്താണ്, സ്റ്റെയിനിന്റെ രണ്ട് ഭാഗങ്ങൾ, ദെൻ മോർഡൻസ്, ലേക്ക്, മെറ്റാകാസ്മിയ തുടങ്ങിയ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, മെറ്റാക്രോമാസിയ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പം ഇത്രയുമാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.